വിമാനങ്ങളില്ല, റഡാറുകളിൽ സിഗ്നലുകളുമില്ല. എന്തിന് ഒരു വെടിവെച്ചു പോലും ആരും കേട്ടിട്ടില്ല. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇല്ലാതായിരിക്കുന്നു. ഇതൊരു സാധാരണ മിസൈൽ ആക്രമണമല്ലായിരുന്നു, ഇതൊരു സ്പേസ് അസാസിനേഷൻ ആണ്. ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഭൂമിയിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടുക്കാൻ കഴിയാത്ത ബ്ലൂ സ്പാരോ എന്ന അദൃശ്യനായ കൊലയാളി ബഹിരാകാശത്ത് നിന്ന് ഖമീനിയുടെ തലയ്ക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഇറാന്റെ സകല പ്രതാപത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് 2026 ഫെബ്രുവരിയിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന് പിന്നിലെ ശാസ്ത്രം എന്താണ്? ഒരു ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെയാണ് ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ നിന്ന് വന്ന് ഖമീനിയുടെ ബങ്കറുകൾ തകർത്തത്? മൊസാദ് നടത്തിയ ആ ഏറ്റവും വലിയ രഹസ്യ ഓപ്പറേഷന്റെ ചുരുളഴിയുകയാണ്. ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. ഇസ്രായേലിന്റെ ഏറ്റവും മാരകമായ ബ്ലൂ സ്പാരോ മിസൈൽ 2026 ഫെബ്രുവരി 28 നടന്ന ആ വൻ നീക്കം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടാർഗറ്റഡ് അസാസിനേഷനായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇറാനിന്റെ അതിശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഈ മിസൈൽ ലക്ഷ്യം കണ്ടത്? ആദ്യമായി നമുക്ക് ഈ ബ്ലൂ സ്പാരോ എന്താണ് എന്ന് നോക്കാം. ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു എയർ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ALBM ആണിത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതൊരു സാധാരണ മിസൈൽ പോലെ ഹൊറിസോണ്ടൽ ആയിട്ടല്ല സഞ്ചരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ഉടൻ തന്നെ ഇത് കുതിച്ചുയരുന്നത് ബഹിരാകാശത്തിന്റെ അതിർത്തിയിലേക്കാണ്. അവിടെ നിന്ന് അതിവേഗത്തിൽ ഏതാണ്ട് കുത്തനെയാണ് ഇത് ശത്രുവിന്റെ തലയ്ക്ക് മുകളിലേക്ക് വീഴുന്നത്. ഇതിനെ ക്വാസി ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് വിളിക്കുന്നു. ബഹിരാകാശത്ത് നിന്ന് ഹൈപ്പർസോണിക് വേഗതയിൽ, ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗതയിൽ താഴേക്ക് വരുന്ന ഈ ആയുധത്തെ തടയാൻ ലോകത്തെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും സാധിക്കില്ല. കാരണം ഇത് ഒരു പ്രതിരോധ കോട്ടകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് കൃത്യം ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന രഹസ്യ നീക്കത്തിലൂടെയാണ് ഇസ്രായേൽ ഖമീനിയെ ലക്ഷ്യം വെച്ചത്. സാധാരണയായിട്ട് ഖമീനി രാത്രികാലങ്ങളിൽ ഭൂഗർഭ ബങ്കറുകളിലാണ് താമസിച്ചിരുന്നത്. അവിടെ മിസൈൽ ആക്രമണം ഏൽക്കില്ലെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് വർഷങ്ങളായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ അദ്ദേഹം മുകളിലെ വസതിയിലെത്തുന്ന ഒരു സന്ദർഭം കണ്ടെത്തി. 2026 ഫെബ്രുവരി 28 രാവിലെ 9:40 ഇസ്രായേലിന്റെ F-15 യുദ്ധവിമാനങ്ങൾ ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ നിന്ന് ബ്ലൂ സ്പാരോ മിസൈലുകൾ തൊടുത്തുവിട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ഖമീനിയുടെ വീടിന് മുകളിലേക്ക് ഈ ആയുധങ്ങൾ പതിച്ചു. പുകപടലം ഒഴിഞ്ഞപ്പോൾ കണ്ടത് ഖമീനിയും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ആസ്ഥാനം തകർന്നടിഞ്ഞ കാഴ്ചയാണ്. ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല. ദശകങ്ങളായി ഇസ്രായേലിന്റെ യൂണിറ്റ് 8200 എന്ന സൈബർ ഇന്റലിജൻസ് വിഭാഗം ഖമീനിയുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ മുതൽ ഖമീനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ വരെ അവർ ഹാക്ക് ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ ഏജൻസിയായ CIA നൽകിയ വിവരങ്ങളും ഇതിൽ നിർണായകമായി. ലക്ഷ്യസ്ഥാനത്ത് ഖമീനി ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ബ്ലൂ സ്പാരോ ഉപയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. മിസൈൽ പതിക്കുന്നതിന് തൊട്ടുമുൻപ് ചുറ്റുമുള്ള മൊബൈൽ നെറ്റ്വർക്കുകൾ ജാം ചെയ്തതിനാൽ ആർക്കും മുന്നറിയിപ്പ് നൽകാൻ പോലും സമയം ലഭിച്ചില്ല. ഇനി ഇവിടെ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഇതേ ബ്ലൂ സ്പാരോ മിസൈലിന്റെ എക്സ്പോർട്ട് വേരിയന്റ് ഇന്ത്യക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുഖോയ് 30 വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഈ ആയുധം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താകും. യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. ഇനി യുദ്ധങ്ങൾ ഭൂമിയിലല്ല, ബഹിരാകാശത്തെ അതിർത്തിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ബ്ലൂ സ്പാരോ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇപ്പോൾ ലോകമഹായുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഖമീനിയുടെ വധത്തിന് ഇറാൻ എങ്ങനെ മറുപടി നൽകും? ഈ സ്പേസ് മിസൈലുകൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? വരും ദിവസങ്ങളിൽ നമുക്കിത് കൂടുതൽ വ്യക്തമാക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.